ഹലോ. അപ്പൊ ഞാനിങ്ങനെ ഇല്ലേ ഇന്ന് രാവിലെ നടക്കാൻ പോയപ്പോഴത്തേക്കും ഇല്ലേ എനിക്ക് റാൻഡം ആയിട്ട് എന്റെ മൈൻഡിൽ വന്ന ഒരു തോട്ടാ വാട്ട് ഈറ്റിനെ ഡേ ചെയ്യാന്ന്. ബിക്കോസ് മുന്നേ എനിക്ക് ഒരാള് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വാട്ട് ഈറ്റിനെ ഡേ ചെയ്യുമോന്ന്. അപ്പൊ ഞാൻ ഇത്ര നാള് ചെയ്യാതിരുന്നേന്ന് വെച്ചാൽ ഞാൻ ചെയ്യണം എന്ന് വിചാരിക്കും. പക്ഷെ എനിക്ക് ഷോർട്സ് ആയിട്ട് ചെയ്യണമെന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല, ലോങ് വീഡിയോ ആയിട്ട് ചെയ്യണമെന്നും താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ഷോർട്സ് ആയിട്ട് എടുക്കാനായിട്ട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എടുക്കാതിരുന്നത്. അപ്പൊ ഇന്ന് ഐ തോട്ട് ലോങ് വീഡിയോ ആയിട്ട് എടുക്കാന്ന്. ബിക്കോസ് ഐ ഡോണ്ട് നോ, ഞാൻ ഇങ്ങനെ നടക്കാൻ പോയപ്പോ എനിക്ക് പെട്ടെന്ന് മൈൻഡ് വന്നേ. ഞാൻ എന്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇതേ സെയിം ഡ്രസ്സ് വെച്ച് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വാട്ട ഈച്ചിന്റെ ഡേയും കൂടി എടുക്കാൻ പോകുന്നത്. അപ്പൊ ആ വീഡിയോ ഈ വീഡിയോയും കൂടെയാണ് ഇന്ന് എടുത്തോണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ളത്. പോരാത്തന്നെ വേറൊരു യൂട്യൂബ് വീഡിയോ കൂടെ എടുക്കാൻ ഞാൻ പ്ലാൻ ചെയ്യണുണ്ട് ഇന്ന്. ഞാൻ നടന്നിട്ട് വന്നതുകൊണ്ട് തന്നെ കുറച്ച് ടയേർഡാണ്, വേർത്തോണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും ഞാൻ പോയിട്ട് ബ്രഷ് ചെയ്തിട്ടില്ല. സോ ബ്രഷ് ചെയ്ത് ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിക്കാൻ എടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. യെസ്, ഓക്കെ. അപ്പം വാട്ട് ഈറ്റിന്റെ ഡേയിലേക്ക് സ്വാഗതം. ഹലോ ഗായ്സ്. എനിക്ക് ആവശ്യത്തിനുള്ള ഞാൻ എടുത്തു. ശരി, ഒരു കുഞ്ഞു വയറാണ് എന്റെ. ഒരാളുടെ കൈപിടിന്റെ ഇത്രേ കാണത്തുള്ളൂ ആ മാഷി. അത് അനുസരിച്ച് വേണം തിന്നാൻ, അല്ലാതെ വയറ് മറന്ന് തിന്നരുത്. പ്രോട്ടീൻ ഫ്രൂട്ട്സിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ളത് പേരക്കയിലാണ്. ആൻഡ് പ്രോട്ടീൻ വേറൊരു സാധനം കൂടി ഉണ്ട്, എഗ്. ഞാൻ മിക്ക ദിവസവും വിചാരിക്കും വാട്ട ഈറ്റിനിടെ എടുക്കണം, പക്ഷെ പർട്ടിക്കുലർലി ഞാൻ ചില സമയത്തൊന്നും തിന്നാറില്ല. എന്ത് ചെയ്യാനാണ്, ചില ദിവസം ഞാൻ ഒന്നും കഴിക്കൂല. ഇപ്പൊ ഇത് തന്നെ ചിലപ്പോ ഇന്നത്തെ ഒരു നേരത്തെ ആഹാരം ആയിരിക്കും എന്റെ. ഇത് കഴിഞ്ഞ് ഇനി എന്തെങ്കിലും ഞാൻ കഴിക്കുമെന്ന് എനിക്കറിയത്തില്ല ഇത്ര ഹെവി ആയിട്ട്. അങ്ങനെ ഒരു പ്രത്യേകതരം ജീവിതമാണ് എന്റേത്. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ കുറച്ച് വെള്ളം കുടിച്ച് നമ്മളെ ഒന്ന് കുടലിനെ ഒന്ന് അറിയിക്കണം നമ്മൾ അങ്ങോട്ട് തിന്നുവാണെന്ന്. കുറച്ച് വെള്ളം. ഓക്കെ, വി ക്യാൻ സ്റ്റാർട്ട്. പിന്നെ വി ഹാവ് കണവത്തോരൻ. ആർക്കെങ്കിലും ഇഷ്ടമാണോ എനിക്കറിയില്ല, എനിക്ക് ഇഷ്ടമാണ്. ആൻഡ് ദിസ് ഇസ് അമ്മുമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ്. അതാണ് ഈ കളർ ഇരിക്കണം. ഇന്നലെ ചൂട് ചോറിന്റെ കൂടെ തിന്നപ്പോ ഉണ്ടായിരുന്ന ഒരു ഫീൽ ഉണ്ട്. എന്ന് വെച്ചാൽ ചോറില്ല, നമുക്ക് ഉപ്പുമാവാണ്. ബിക്കോസ് ഇത് എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഗൈസ്. കൊള്ളാം. എനിക്ക് ഇന്ന് എന്റെ ഈ ഒരു പ്ലേറ്റർ കണ്ടപ്പോഴേ സന്ധ്യ കുഞ്ഞമ്മ ഉണ്ടല്ലോ അപ്പൂവ, ഞാൻ അവിടെ ഇടയ്ക്ക് നിന്നല്ല കുറച്ചു നാള്. അപ്പൊ കുഞ്ഞമ്മയാണെങ്കില് പറയണത് ഒരു നേരെ കഴിക്കുള്ളൂ, പക്ഷെ ആ കഴിക്കണ നേരത്ത് നല്ല പോലെ അങ്ങ് തിന്നും. എന്ന് വെച്ചാ റിച്ചായിട്ടുള്ള സാധനങ്ങൾ ഒരു നേരം കഴിക്കുള്ളൂ, പക്ഷെ ആ ഒരു നേരം കഴിക്കണം മതി. എന്നെ പറയണത് ആകെ ഒരു നേരം കഴിക്കുള്ളൂ, ആ ഒരു നേരം കഴിക്കണം നല്ല ഗ്രാൻഡ് ആയിട്ട് വേണം. എല്ലാരും പറയാനായിട്ടില്ല. അങ്ങനെ ഇങ്ങനെ ഞാൻ പിന്നെ ഒരിടത്ത് പോവില്ല. പോയാല് ഒരു മാസത്തില് 3 പ്രാവശ്യം പോകും, ഒരാഴ്ച നിൽക്കും. എത്ര ഒരു മാസമായ പരസ്പര ബന്ധമില്ലാത്ത കാര്യം പറയണം. താങ്ക് യു. ഇത്ര എനിക്ക് വേണ്ട. ഇത്ര 2-4 വർഷം കൂടെ ഇട്. മാമ്പഴം 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 മൽഗവമ്പഴം. പിന്നെ നമുക്ക് പേരക്കയുണ്ട്. സോ നമ്മള് എപ്പോഴും ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ നോക്കാം. നമ്മൾ ഈ ജങ്ക് സ്നാക്സ് ഒക്കെ കഴിക്കുന്ന പൈസ സേവ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ച് കഴിക്കുക. ഇത് അമ്മൂമ്മയുടെ പെൻഷൻ പൈസക്ക് അമ്മ വാങ്ങിച്ചത്. മീ ഇൻ മൈ മറ്റേ അൺഎംപ്ലോയിഡ് എറ. തിന്നാ ഉറങ്ങുക, തിന്നാ ഉറങ്ങുക, തിന്നാ ഉറങ്ങുക, അത്രേ ഉള്ളൂ. എന്റെ അമ്മ പറയണ പോലെ എന്റേതൊക്കെയാണ് ലൈഫ്. ഉച്ചവരെ ഉറങ്ങാം, എന്ത് വേണോ ചെയ്യാം.
അമ്മയുടെ കാലം വരെ നടക്കുമെന്ന്. അത് കഴിഞ്ഞെന്താ എനിക്ക് അധ്വാനിക്കാൻ പറ്റൂലേ? പിന്നെ ഈ തിന്നണക്ക് എന്തിനാണ് ആരോഗ്യം ഉണ്ടാക്കിയത്? എന്നിട്ട് ഞാൻ അധ്വാനിക്കും. കർത്താവെ, എന്റെ യൂട്യൂബിൽ ഏതെങ്കിലും ഒരു വീഡിയോ വേറെ ഞാൻ പെട്ടെന്ന് ഒരു യൂട്യൂബറൊക്കെ അതൊക്കെ അറസ്റ്റായി കേട്ടോ ഇന്ന ലോകത്തിനാണ്. അതെന്തോന്ന് ഇല്ലീഗൽ കാര്യങ്ങൾ ചെയ്തിട്ട് ഞാൻ എന്തോന്നാണ് ഇല്ലീഗൽ ചെയ്യണത്? കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എന്തോന്നാണ് തിന്നണേ ഉറങ്ങണേ ഒക്കെ വീഡിയോ എടുത്തിരുന്നത്? അത് എത്ര അല്ലാതെ അതൊക്കെ ഇല്ലീഗലാണ് ഒരാളെ ബേസിക് ആയിട്ട് ചെയ്യണ കാര്യങ്ങൾ. സി ഐ എം എ ഡെയിലി ലൈഫ് വ്ലോഗർ. ഓക്കെ, അല്ല ഞാൻ കഞ്ചാവൊന്നും എന്റെ ചാനൽ വഴി ഞാൻ പ്രൊമോട്ട് ചെയ്യണില്ല. ഞാൻ രാവിലെ വന്നിട്ട് ഗൈസ് ഇത് കഞ്ചാവിന്റെ തൈയാണ്, ഇത് ഇങ്ങനെ നടണം, ചാണാപ്പൊടി ഇടണം എന്നൊന്നും ഞാൻ പറയണില്ല. ഞാൻ പറയണ ഞാൻ കണ്ട കാര്യങ്ങൾ ചെയ്തോളാം. കണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു യൂട്യൂബർ എന്തെങ്കിലും ചെയ്തു പറഞ്ഞാൽ അത് എന്റെ തലയ്ക്ക് വെച്ച് കിട്ടണം. കൊള്ളാലോ. ഞാനിവിടെ യൂട്യൂബർ എന്ന് ഞാൻ മാത്രം സ്വന്തമായിട്ടാണ് പറഞ്ഞുകൊണ്ട് നടക്കണം. വേറെ ആരും ഇതുവരെ അംഗീകരിച്ചു തന്നിട്ടില്ല. ഇപ്പൊ അപ്പം അംഗീകരിച്ചല്ല, അത് മതി. തിന്നുമ്പോ മിണ്ടായിരുന്നു തിന്നണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ബിക്കോസ് എപ്പോഴും എന്റെ തല മണ്ടയ്ക്ക് കയറും. കുറച്ച് മുന്നേ കണ്ടല്ല, ഇങ്ങനെ കാര്യം വെച്ച എല്ലാം കയറി അങ്ങ് തൂങ്ങിക്കോളും. ഇങ്ങനത്തെ ഞാൻ വല്ലതും പറഞ്ഞ. എനിക്കൊരു അപ്പൂപ്പനുണ്ട്. നമുക്ക് അതായത് നമുക്ക് 10K സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോൾ നമ്മള് ഗീവ് അവേ ചെയ്യുന്നതാണ്. ഞാൻ എന്റെ ലൈഫിൽ ഒരു ടൈമില് തിന്നാൻ വേണ്ടി ജീവിക്കണ പോലെ ജീവിച്ചിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഫുഡി ആയിരുന്നു. ഭയങ്കര, അതും ജങ്ക് ഫുഡൊക്കെ കഴിക്കുന്നത്. ലൈക്ക് മന്തി, ഷവർമ, ബിരിയാണി കൈൻഡ് ഓഫ് അങ്ങനത്തെ സാധനങ്ങൾ ഭയങ്കര അഡിക്ഷൻ ആയിരുന്നേ. ഈവൻ ഞാൻ പുറത്ത് പോയില്ലെങ്കിൽ ഞാൻ സ്വിഗ്ഗി വഴി ഓർഡർ ചെയ്യുമായിരുന്നു. ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ജോലിയും കൂലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ സ്വിഗ്ഗി കൊണ്ടുവരുന്ന അല്ലേ, അപ്പൊ അന്ന് ഇവിടെ സ്വിഗ്ഗിയിൽ കൊണ്ടുവരാ ചേട്ടൻ ചോദിച്ചില്ലേ നിനക്ക് എന്തോ ജോലി, ഇത്രയും പൈസ എവിടെ നിന്ന്? ഓർമ്മയുണ്ട? ഞാനേ മുമ്പ് ഇടയ്ക്ക് സ്വിഗ്ഗിന്നൊക്കെ ഫുഡ് ഓർഡർ ചെയ്യുമല്ലോ. ആ ഫുഡ് കൊണ്ടുവരാ ചേട്ടൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നിനക്ക് എന്തോന്നാണ് ജോലി ഇതിന് മാത്രം? നിനക്ക് എവിടെ നിന്ന് ഇത്ര പൈസയൊക്കെ ഫുഡ് ഓർഡർ ചെയ്യണ? അത്രയും ഞാൻ ഓർഡർ ചെയ്യുമായിരുന്നു. ഭയങ്കര, എനിക്കാണെങ്കിൽ എന്തെങ്കിലും ടെൻഷൻ വന്നാൽ എനിക്ക് അപ്പൊ ഫുഡ് കഴിച്ചേ പറ്റത്തുള്ളൂ. എന്തെങ്കിലും ടെൻഷൻ ആയി കഴിഞ്ഞാൽ എനിക്ക് ഫുഡ് തിന്നേ പറ്റത്തുള്ളൂ. അങ്ങനെയായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പൊ അതൊക്കെ നല്ല മാറ്റമുണ്ട്. ഒരു കണക്കിന് നന്നായി. ആ സമയത്ത് എനിക്ക് എന്തെങ്കിലും ആലോചിച്ച് മൈൻഡ് ഔട്ട് ആയാൽ എനിക്ക് ഓക്കെ, ഒരു ഫുൾ ബിരിയാണി തിന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ആ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. ഇപ്പൊ ആ മൈൻഡ് സെറ്റ് ഇല്ല കേട്ടോ. ഇപ്പൊ ഐ നോ ദാറ്റ് ഫുഡ് നമുക്ക് ഒരു എനർജി സോഴ്സ് മാത്രമാണ്, അല്ലാതെ അതിനപ്പുറം ഒരു ഹാപ്പിനെസ് കിട്ടുന്ന കാര്യമല്ല ഫുഡ് എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഫുഡിനെ ഞാൻ ഒരു സൈഡ് ആക്കി. പണ്ടൊക്കെ എനിക്ക് വിശന്ന ഭ്രാന്തായി പോവായിരുന്നു. എനിക്ക് വിശന്ന ഇപ്പോഴും ചില സമയത്ത് അല്ലേ, ഇപ്പൊ പക്ഷെ ഞാൻ മാക്സിമം വിശപ്പ് നല്ലപോലെ എനിക്കിപ്പം കൺട്രോൾ ചെയ്യാനറിയാം. തീരെ എന്റെ കൈവിട്ട് പോവും. ഞാൻ തലകറങ്ങി വീഴുമെന്നാവുമ്പോ മാത്രം ഞാൻ എന്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയും എനിക്ക് വിശക്കുന്നത്, നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് ഇനി മുന്നോട്ട് പോവാന്ന്. അതല്ലെങ്കിൽ ഞാൻ വിശപ്പ് സഹിച്ചിരിക്കും. പക്ഷെ പണ്ടൊക്കെ ആണെങ്കിൽ എനിക്ക് ഒട്ടും വിശപ്പ് സഹിക്കാൻ പറ്റില്ലേ. ഞാൻ പിണങ്ങിയൊക്കെ ഇരുന്ന് കളയും വിശന്ന. ഞാൻ ആരടുത്തും മിണ്ടത്തൊന്നുമില്ല. ഞാൻ മറ്റേ ഇങ്ങനെ വിശന്നിട്ടാണ് പിണങ്ങിയിരിക്കണം. പക്ഷെ അത് ആർക്കും മനസ്സിലാവത്തില്ല. വാതറെന്ന് പറഞ്ഞാലേ അവരെന്തെങ്കിലും മേടിച്ചിങ്ങനെ തരത്തുള്ളൂ. ഞാൻ വിശന്ന് പിണങ്ങിയിരിക്കും. വിശന്ന എനിക്ക് ഭ്രാന്താണ്. പണ്ട്, ഇപ്പൊ ഇല്ല കേട്ടോ. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതി. എന്തെങ്കിലും എന്ന് വെച്ചാൽ എന്തെങ്കിലും കിട്ടിയാൽ മതി. അങ്ങനെ ഇന്നതൊന്നും തന്നെ വേണമെന്ന് അങ്ങനെ ഒന്നുമില്ല. എന്തെങ്കിലും കിട്ടിയാൽ മതി. തിന്നാൻ പറ്റണം, ഭക്ഷ്യയോഗ്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യം. അല്ലാതെ ആരെങ്കിലും കുറച്ച് ചാണകമൊക്കെ എടുത്തിട്ട് തിന്നാൻ ഞാൻ തിന്നൊന്നുമില്ല. ക്യാമറ ഓണല്ലായിരുന്നെങ്കിൽ ഇതിപ്പോ ഞാൻ തിന്നു തീരേണ്ട സമയമായി. ഞാൻ ഒരു കാര്യം ചെയ്യാം, തിന്നിട്ട് വരാം. ഇപ്പൊ വരാം. ഇതിനാണ് ഗീവേ കൊടുക്കാൻ വെച്ചേക്കുന്നത്.
മെയിൻ്റെനൻസ് ചാർജ് വളരെ കുറവാണ് അല്ലേ അപ്പൂപ്പ? ഫുഡ് മാത്രം കൊടുത്താൽ മതി. അപ്പൂപ്പ ആരോട് വേണം വരും. ഞാനൊന്ന് ഇതൊന്ന് ഒതുക്കിയിട്ട് വരാം. അപ്പൊ ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ഞാൻ വല്ല സ്ട്രിക്ട് ഡയറ്റിലാണെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു ഡയറ്റീഷ്യനും ഇല്ല, ഞാനൊരു ഡയറ്റിലും അല്ല. ഞാനങ്ങനെ ഡയറ്റ് ചെയ്യാനും മാത്രം എനിക്കിപ്പം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പം ആർക്കെങ്കിലും ഞാൻ സ്ട്രിക്ട് ഡയറ്റിലാണെന്നൊക്കെ തോന്നിയെങ്കിൽ അത് റോങ് ഇൻഫർമേഷൻ ആണ്, ഒരിക്കലും അല്ല. അപ്പം എന്തായാലും ഞാൻ ഇതൊന്ന് കഴിച്ചിട്ട് കോഫിയും കുടിച്ചിട്ട് ഞാൻ വരുന്നതാണ്, ഉടനെ ഞാൻ വരുന്നതാണ്. ഞാൻ പോയില്ല കേട്ടോ, എനിക്കങ്ങനെ നിങ്ങളെ വിട്ടിട്ട് പോകാൻ പറ്റത്തില്ല. എനിക്കങ്ങ് വിഷമാണ് നിങ്ങളെ വിട്ടിട്ടൊക്കെ പോകുമ്പോ. പണ്ട് ഞാൻ തിന്നാൻ വേണ്ടി ജീവിച്ചിരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ വാ തുറന്നാൽ ഞാൻ ഫുഡ് എന്നല്ലാതെ ഒന്നും ഞാൻ പറയൂലായിരുന്നു. ഇപ്പൊ ദൈവം സഹായിച്ച് ആ ഒരു ഫുഡിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഡോപ്പമിൻ പ്രൊഡക്ഷൻ അങ്ങ് നിന്ന്. അതുകൊണ്ട് ഞാനിപ്പോ മാന്യമര്യാദയ്ക്കൊക്കെ ജീവിച്ചു പോണു. ഇല്ലെങ്കിൽ ഞാൻ ഈ പേടിച്ചിരിക്കണ വേറൊന്നുമല്ല, എന്റെ ഫോണിന്റെ സ്റ്റോറേജ് ആണ്, എപ്പോ വേണോ അടിച്ചു പോവാം. അത് മാത്രമേ ഒരു പേടിയുള്ളൂ ഇന്ന് വീഡിയോ എടുക്കുമ്പോ, അതല്ലാതെ വേറൊരു പേടിയും എനിക്കില്ല. പിന്നെയല്ലേ, നിങ്ങൾക്ക് എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും വീഡിയോ സജഷൻ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മടിക്കണ്ട, നമുക്കത് ചെയ്യാം. ഈ ഇടയ്ക്ക് ഒരു തവണ സ്കൂബ ഡൈവിങ് ചെയ്യണ വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനത്തെ ഒന്നും പറയല്ലേ. എനിക്ക് അതിന് ഞാൻ ഗോവ വരെയൊക്കെ പോവേണ്ടി വരും സ്കൂബ ഡൈവ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഗോവ വരെ പോവാനുള്ള പൈസ ഉണ്ടെങ്കിൽ ഞാൻ ഗോവ വരെ പോകാൻ പൈസ ഉണ്ടെങ്കിൽ ഗോവയിൽ പോണം. അല്ല ഇപ്പൊ എന്തോന്ന്, എനിക്കങ്ങനെ ഗോവ ഒരു ഡ്രീം ഡെസ്റ്റിനേഷനേ അല്ല. ബിക്കോസ് എനിക്കെന്തോ അവിടെ ബീച്ചും വെയിലും കടലും ആയിരിക്കത്തില്ലേ. ഞാൻ ഇവിടെ കോവളം ബീച്ച് കണ്ട് വളർന്നത് കൊണ്ട് എനിക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. മേ ബി ഗോവയ്ക്ക് ഒരു അതർ സൈഡ് കാണാം, ബട്ട് സ്റ്റിൽ ഐ എം നോട്ട് എക്സൈറ്റഡ് ടു വിസിറ്റ് ഗോവ. പക്ഷെ ഐ റിയലി എക്സൈറ്റഡ് ടു വിസിറ്റ് കാശ്മീർ. ഐ നോ നമ്മളാ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്, പക്ഷെ ഐ ലവ് കാശ്മീരിൽ പോയിട്ട് നല്ല ചൂട് ചായ കുടിച്ചോണ്ട് ആ മഞ്ഞത്ത് കയറി അങ്ങ് ഇരിക്കണം. എനിക്ക് ആ സ്നോയൊക്കെ കണ്ടാൽ കൊള്ളാന്ന് നല്ല ആഗ്രഹമുണ്ട്. നമ്മൾ പണ്ട് ഈ കാർട്ടൂൺസിലൊക്കെ കാണത്തില്ലേ സ്നോഫോള്, അതൊക്കെ കണ്ടാൽ കൊള്ളാന്ന് എനിക്കുണ്ട്. ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് കോഫി കുടിക്കാം. ഹായ്, എവിടെയായിരുന്നു? രാവിലെ കണ്ടില്ലല്ലോ. ഹലോ ഗായ്സ്, അപ്പോ ഞാൻ വിചാരിച്ചു ഇതും കാണിക്കാന്ന്. ബിക്കോസ് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ അല്ലേ, അപ്പം ഞാൻ ഗുളികയും കഴിക്കുന്നുണ്ട്, അതും കാണിച്ചു തരാന്ന് വിചാരിച്ചു. 3 ഐറ്റം ഗുളികയുണ്ട്, എല്ലാം കൂടെ ഞാൻ ഒരു പെട്ടിക്കകത്തിട്ട് വെച്ചിക്കണമെന്നേ ഉള്ളൂ. ഞാൻ ഗുളിക കഴിക്കണ ഇത്തിരി അഭ്യാസങ്ങളൊക്കെ കാണിച്ചിട്ടാണ്, ഒന്ന് ക്ഷമിക്കണം. എനിക്ക് പണ്ട് തൊട്ടേ ഞാൻ ഗുളിക അങ്ങോട്ട് സെറ്റ് ആവാറില്ല. ഗുളിക തെറിച്ചു പോയി, പക്ഷെ അത് താഴെ വീണില്ല. ഐ എം ഷുവർ അബൌട്ട് ദാറ്റ്. എല്ലാം തല കുത്തനെ പോണു. സോറി, ഇതാ ഞാൻ പറഞ്ഞു ഞാൻ ചിലപ്പോ എന്തെങ്കിലും അഭ്യാസമൊക്കെ കാണിക്കുന്നത്. ബിക്കോസ് ഞാൻ ഗുളിക അങ്ങോട്ട് എന്റെ സ്റ്റോറേജ് വീണ്ടും ഫുള്ളെന്ന് കാണിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ഇനി ഞാൻ എന്തായാലും ഈ പേരക്കയും ഈ മാങ്ങയും കഴിക്കണം. ഐ തോട്ട് നിങ്ങളുമായിട്ട് സംസാരിച്ചിരുന്ന് കഴിക്കാന്ന്, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി സ്റ്റോറേജ് ഇല്ല.
നല്ല മധുരം. സോ അൺഫോർച്ചുനേറ്റ്ലി സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തുക. ഇനി ഞാൻ എന്തെങ്കിലും ഇന്നത്തെ ദിവസം കഴിക്കുവാണെങ്കിൽ കാണിച്ചു തരാം. ഇനി ഇത് പേരക്കം കഴിക്കണം. ഓക്കെ, അപ്പൊ ഇനി ഞാൻ എന്തെങ്കിലും ഇനി തിന്നുമെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് വരാം. ഇനി ഒന്നും തിന്നില്ലെങ്കിൽ ഇതിന്റെ കൺക്ലൂഷനുമായിട്ട് വരാം. നമോ വാഗം. ഞാൻ മറ്റേ നാഗശൈലന്തിനെയും കണക്കൊക്കെ ഇരിക്കും. ഞാൻ ഇത് കണ്ണാടി നോക്കാതെ ഇട്ടേ. അപ്പൊ ഞാൻ കണ്ണാടി നോക്കാതെ ഇട്ടത് കൊണ്ടാണ് ഇത്ര മൊത്തം പോയാ. പോട്ടെ. ഓക്കെ, അപ്പം ഞാൻ രാവിലെ ഫുഡ് കഴിച്ചതിന് ശേഷം ഞാൻ അവതരിപ്പിക്കുന്ന അടുത്ത ഇതാണ് കോഫി. വീണ്ടും കോഫി. അപ്പൊ ഇന്നത്തെ ദിവസത്തെ രണ്ടാമത്തെ കോഫിയാണിത്. മിക്കവാറും ഇനി രാത്രി ഒരു കോഫിയും കൂടി പതിവാണ്. നോട്ട് ബാഡ്. അപ്പൊ നമ്മള് ഇതാണ് രാവിലെ കഴിച്ചതിന് ശേഷം ഇപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. ഇത് ഫുഡാണെന്ന് കൂട്ടാൻ പറ്റത്തില്ല. ഇത് നമ്മളെ അമ്മൂമ്മ വാങ്ങിച്ചാണ്. പക്ഷെ ഇത് എന്തോ കുഴപ്പമുണ്ട്. ഇത് തിന്നപ്പോ ഒരു ഫ്രഷ് ടേസ്റ്റ് ഇല്ല. പക്ഷെ ഇതിനകത്ത് എക്സ്പയറി ഡേറ്റ് ഉണ്ട്. പക്ഷെ സം റീസൺ ഇതത്ര എന്തുവാ അതല്ല. ഇതെന്ത് ബിസ്ക്കറ്റ് ആയിരുന്നു? ഇത് പൊട്ടിക്കാത്തല്ലേ, നമുക്ക് പൊട്ടിച്ചത് ആദ്യം തീർക്കാം. We can eat some biscuit also. അയ്യോ, പഴം വേഗം തിന്നാൻ വേണം. പല്ലും വേഗം. ഈ പല്ലൊന്നും കണ്ടുപിടിച്ചില്ലേ നമ്മൾ എങ്ങനെ ഫുഡ് തിന്നേനെ. ഞാൻ ഇങ്ങനെയൊക്കെ ലോജിക്ക് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ചില സമയത്ത് ഇരുന്ന് ആലോചിക്കും. കാരണം എനിക്ക് ഓവർ തിങ്ക് ചെയ്യാൻ അങ്ങനെ ഇന്ന കാരണം തന്നെ വേണമെന്നൊന്നുമില്ല. എന്തെങ്കിലും കിട്ടിയാൽ മതി ഓവർ തിങ്ക് ചെയ്യാൻ. ഓക്കെ, ദിസ് ഇസ് മോംസ് മാജിക്. അപ്പൊ ഞാൻ പോയി ഇത് തിന്നട്ടെ. ഇനി അടുത്ത് എന്തെങ്കിലും തിന്നുമ്പോ കാണിച്ചു തരാം. അടുത്ത് ഞാൻ എന്തെങ്കിലും തിന്നുമ്പോ കാണിച്ചു തരാം. എനിക്ക് എപ്പോഴും ഉള്ള സൂക്കേടാ, ഞാൻ റിസീവർ മാത്രം കണക്ട് ചെയ്യും, മൈക്ക് കണക്ട് ചെയ്യത്തില്ല. സോ നമ്മൾ ഇനി കഴിക്കാൻ പോകും നമ്മുടെ കോഫിയുടെ മുറുക്കിന്റെ ബിസ്ക്കറ്റിന് ശേഷം വേണ്ട വേണ്ട നമ്മൾ കഴിക്കാൻ പോകുന്നത് ഒരു വടയും പിന്നെ ഒരു രതീഷ്. എഴുന്നേക്കു രതീഷ്. രണ്ടുമാണ് നമ്മൾ കഴിക്കുന്നത്. സോ ഞാൻ പോയി കഴിക്കട്ടെ. ശരിയെന്നാ. തീർന്നില്ല, ഒരു സാധനം കൂടെ ഉണ്ട് നമുക്ക്. വി ഹാവ് കപ്പ. ഇതിന് എന്തോന്ന് പറയണ അപ്പ? അല്ല, ഈ കപ്പനെ അല്ല, ഈ കപ്പ ഇങ്ങനെ മുറിച്ചിട്ട് അതിങ്ങനെ റോസ്റ്റ് ചെയ്യണേ. പോ, എന്നെ കൂടെ തെറ്റിപ്പിക്കാതെ. ഇതിങ്ങനെ പുഴുങ്ങിയത്. സോ ഇത് ഇത്രയാണ് ഞാൻ ഇപ്പൊ കഴിക്കുന്നത്. ഇനി അടുത്തെന്തെങ്കിലും കഴിക്കുമ്പോ ഇനി കാണാം. നമുക്ക് അടുത്ത് നമ്മൾ തിന്നാൻ പോകുന്നത് അമ്മയുടെ പെൻഷൻ പൈസക്ക് വാങ്ങിച്ചാണ്.
ഒരു പെരിച്ച പൈസക്ക് വാങ്ങിച്ച പേരകയും മാങ്ങയും. തണുപ്പാ? ഫ്രിഡ്ജിലൊക്കെ ഏത് ബ്രിഡ്ജില്? ആക്കുളം ബ്രിഡ്ജിലാ? ഒന്നും സംസാരിക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ല. നല്ല ഉറക്കം വന്നിരിക്കണം. നമുക്ക് ഇന്നത്തെ വാട്ട ഈറ്റിൻ്റെ ഇടയിൽ നിർത്താം. ലാസ്റ്റായിട്ട് ടാബ്ലറ്റും കൂടെ കഴിച്ചിട്ട് ഇതോടുകൂടി ഇന്നത്തെ തീറ്റയും കുടിയൊക്കെ നിന്നു. ഇനി നാളെയായിട്ട് എന്തെങ്കിലും തിന്നുള്ളൂ. ഉറങ്ങാൻ പോവേണം. കുറച്ച് ടയേർഡാണ്. പല്ലിനകത്തൊരു ഇൻഫെക്ഷൻ വന്നിട്ട് ഈ ഒരു ഓയിൽമെന്റ് ഇടണം. ഇത് എഡിബിളാണ്. അപ്പോൾ ചിലപ്പോൾ ഇതും ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തിന്നു ഞാൻ. അപ്പോൾ എനിവേസ് അത്രയേ ഉള്ളൂ. ഇന്നത്തെ തീറ്റയൊക്കെ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞ വല്ലതും കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കുറച്ച് ഞാൻ ടയേർഡാണ്. അതുകൊണ്ട് എൻ്റെ സൗണ്ടൊന്നും വെളി വരുന്നില്ല. അപ്പോൾ എനിവേസ് ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.